Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നേക്കുന്ന പനീർ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ പനീർ കറിയിൽ മോസ്റ്റ്ലി വീട്ടിൽ ഉണ്ടാക്കിയ പനീറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കടയിൽ കിട്ടുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായ പനീർ വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അതിൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് 1.5 ലിറ്റർ പാൽ ഇവിടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. സോ ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം എൻ്റെ പാൽ ഇവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സ് നമുക്ക് ഇതൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഞാനിവിടെ ഇടാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ വിനീഗർ. ഇഫ് നിങ്ങളുടെ കയ്യിൽ വിനീഗർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിട്ടിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ ടൈം നമ്മുടെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലായിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വെള്ളം നല്ല ക്ലിയർ വാട്ടർ സെപ്പറേറ്റായി വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ സെപ്പറേറ്റായി ക്ലിയർ വാട്ടറായി വരണം. ഇത് കറക്റ്റ് ടൈം. നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഒത്തിരി ഓവർ കുക്ക് ആവാൻ പാടില്ല. സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു സ്ട്രെയിനർ എടുത്തിട്ട് അതിൻ്റെ മേലിൽ ഒരു കോട്ടൻ്റെ ക്ലോത്ത് വെച്ച് കൊടുക്കാം. ഇഫ് കോട്ടൺ ക്ലോത്ത് ഇല്ലെങ്കിൽ നമുക്ക് തോർത്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് നമുക്ക് ചൂടോടെ തന്നെ ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇത് ജസ്റ്റ് ഒന്ന് സ്പൂണിട്ട് ഇളക്കിയെടുക്കാം. അതിൻ്റെ വിനീഗറിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറ്റി കിട്ടാനും പിന്നെ നമുക്ക് ഇത് ചൂടോടെ നമുക്കിത് പിരിഞ്ഞെടുക്കാൻ ഒക്കത്തില്ല. അപ്പം അത് തണുത്ത് കിട്ടും. നമുക്ക് നല്ലോണം വെള്ളം ഒഴിച്ച് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാമെയാണ്. അടുത്തതായിട്ട് ഇതിൻ്റെ വെള്ളം കളഞ്ഞ് നമുക്ക് നല്ലോണം സ്ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പം ഈ തുണി നമുക്ക് ഒരുമിച്ച് ഒന്ന് എടുത്ത് ഇതൊന്ന് നല്ലോണം പിരിഞ്ഞെടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം കളഞ്ഞ് കിട്ടണം. വെള്ളം നല്ലോണം പോയാൽ മാത്രമേ നമ്മുടെ ഈ പനീർ നല്ലോണം സെറ്റായി വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലോണം പിരിഞ്ഞ് ഇതിൻ്റെ വെള്ളമെല്ലാം നല്ലോണം കളഞ്ഞെടുക്കാം. നമുക്ക് പനീരുടെ വെള്ളം വേണമെങ്കിൽ ചപ്പാത്തി കുഴയ്ക്കാനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇത് നമുക്കൊന്ന് പ്രസ് ചെയ്ത് നമുക്ക് എത്ര തിക്നെസ്സിലായി പനീർ വേണ്ടത് അതനുസരിച്ച് നമുക്ക് പ്രസ് ചെയ്ത് അതിൻ്റെ തിക്നെസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. സൈസും നമുക്ക് അതിൻ്റെ ഷേപ്പൊക്കെ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ മേലിൽ നമുക്ക് വെയിറ്റ് ഉള്ള ഒരു കല്ല് വെക്കണം. കല്ലോ പാത്രം എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ വെയിറ്റ് ഉള്ളത് അത് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ചപ്പാത്തി എടുക്കുന്ന കല്ല് വച്ചേക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് നമുക്കൊരു ഹാഫ് ആൻ അവറിന് വേണ്ടി സെറ്റ് ആവാൻ വെക്കണം. ഇതുപോലെ വെയിറ്റ് അതിൻ്റെ മേലിൽ വെക്കണം. അതുവരെ നമുക്ക് കറിയും റെഡിയാക്കി എടുക്കാം. അതിനായി നമുക്ക് ഇവിടെ ഒരു പാൻ എടുക്കാം. ഈ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുക്കാം. ഈ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് 1 ടേബിൾ സ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. പെരുംജീരകം നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പം ഇത് സ്പ്ലറ്ററായി വരുമ്പോഴത്തേക്കിന് ഞാൻ ഇവിടെ 2 ഉള്ളി എടുത്തേക്കിന് അത് റഫ്ലി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, പിന്നെ 20 ക്വാണ്ടിറ്റി ഞാനിവിടെ കാഷ്യൂ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇടാം. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ എൻ്റെ ഉള്ളി ഇവിടെ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഈ സമയത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത് നമുക്ക് മുളക് പൊടി നമ്മുടെ എരി അനുസരിച്ച് ഇടാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ട് നമുക്ക് ഈ മസാല ഒന്ന് കുക്കായി വരുന്ന വരെ ഇത് സോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ മസാല കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു തക്കാളി കൂടി ഇട്ട് നമുക്ക് ഈ തക്കാളി ഒന്ന് വെന്ത് വരുന്ന വരെ ഇതൊന്ന് ഇളക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ തക്കാളി എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഈ മസാല ഒന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം പനീർ റെഡി ആയിട്ടുണ്ടോ എന്ന്. അപ്പോൾ പനീർ എൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് വേണ്ട അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എത്ര തിക്നെസ്സാണ് വേണ്ടത് അതനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എനിക്കിവിടെ നല്ല സെറ്റായിട്ടുണ്ട് പനീർ. നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന കൂട്ട് തന്നെ നല്ല സെറ്റായി പനീർ കിട്ടിയിട്ടുണ്ട്.
സോ എത്ര തിക്നെസ്സിലാണ് വേണ്ടത്, ഏത് സൈസ് ക്യൂബാണ് വേണ്ടത് അതനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. മോസ്റ്റ്ലി ആൾക്കാർ പനീർ ഒന്ന് ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കും ഈ പനീർ കറി ഇടുന്നതിന് മുമ്പേ. പക്ഷേ എനിക്ക് ഫ്രൈഡ് പനീർ ഇഷ്ടമല്ല. അങ്ങനെ ചെയ്യുമ്പം ചിലപ്പോഴൊക്കെ നമ്മുടെ പനീർ സോഫ്റ്റ് ആവത്തില്ല, ഇച്ചിരി കട്ടിയായിപ്പോവും. അതുകൊണ്ട് ഞാൻ മോസ്റ്റ്ലി പനീർ ഫ്രൈ ചെയ്യാറില്ല, ഡയറക്റ്റ് കറിനകത്തോട്ട് ഇട്ട് അതൊന്ന് ഇളക്കിയെടുക്കാറേ ഉള്ളൂ. സോ നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണം അതനുസരിച്ച് നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. കാരണം നമുക്ക് കടലക്കെട്ടിനെ കൂട്ടി തന്നെ സോഫ്റ്റ് പനീർ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് സൈഡിൽ വെക്കാം. ഇത്ര സമയം കൊണ്ട് എൻ്റെ മസാല ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല പേസ്റ്റായി എടുക്കണം, ക്രീമി പേസ്റ്റ് പോലെ ആവണം. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ മസാല ഞാൻ പേസ്റ്റാക്കിയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം നല്ല ക്രീമി പേസ്റ്റ് പോലെ ഇത് ഗ്രൈൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പാൻ തന്നെ എടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കിന് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് മൂടിയിട്ട് നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര തിക്ക് ഗ്രേവിയാണ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് വെള്ളം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഓൾമോസ്റ്റ് 1 കപ്പ് വാട്ടർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് മൂടിയിട്ട് നമുക്ക് കുക്ക് ചെയ്യണം. അടുത്തതായിട്ട് 1 ടീസ്പൂൺ കസൂരി മേത്തി ഇടുന്നത്. കസൂരി മേത്തി നമ്മളുടെ പനീറിന് നല്ലൊരു ഫ്ലേവർ തരും. ഇഫ് നിങ്ങളുടെ കയ്യില്ലെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് മൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി അടുത്തത് ഇടുന്നത് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഷുഗർ ഇടുന്നുണ്ട്. ഷുഗർ നമ്മളുടെ പനീറിൻ്റെ കറിക്ക് നല്ല ടേസ്റ്റ് എൻഹാൻസ് ചെയ്തെടുക്കും. അപ്പോൾ ഷുഗർ മൂടിയിട്ട് നമുക്കിതൊന്ന് അടിച്ച് വെച്ച് ഒരു 5 മിനിറ്റ്സ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഗ്രേവി നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണം ഗ്രേവിക്ക് അത്രയും നിങ്ങൾക്ക് വാട്ടർ ഇടാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് കൊറിയൻഡർ മൂടിയിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം, മിക്സ് ആക്കിയെടുക്കാം. ഈ കൊറിയൻഡർ ടേസ്റ്റ് ഈ കറിക്കകത്ത് വരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ മാറ്റി വെച്ചേക്കുന്ന പനീർ കൂടി ഇട്ട് കൊടുക്കാം. പനീർ ജസ്റ്റ് നമുക്ക് മസാലയ്ക്കകത്ത് കോട്ട് ചെയ്താൽ മാത്രം മതി. ഇത് ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പനീർ കട്ടിയാവാൻ സാധ്യതയുണ്ട്. സോ എനിക്ക് സോഫ്റ്റ് പനീർ ഇഷ്ടമായതുകൊണ്ട് ഞാനത് ഓവർ കുക്ക് ചെയ്തില്ല. ജസ്റ്റ് മസാലയിലൊന്ന് കോട്ടായി വന്നാൽ മാത്രം മതി. അടുത്തതായിട്ട് ഗാർണിഷിങ്ങിനായിട്ട് നമുക്ക് കുറച്ച് മൂടി കൊറിയൻഡർ ലീവ്സ് അതിൻ്റെ മുകളിൽ ഇടാവുന്നതാണ്. സോ പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.